ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ആയുധ ഇറക്കുമതി കുറച്ച് പ്രതിരോധ മേഖലയിൽ ഇന്ത്യ കൂടുതൽ സ്വയം പര്യാപ്തമാവുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇലക്ട്രിക് കാറുകളുടെ നിർമ്മാണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആഗോള ഇവി കമ്പനികളെ സ്വാഗതം ചെയ്ത് കേന്ദ്ര സർക്കാർ. ഇസ്രായേൽ ഇറാൻ വെടിനിർത്തൽ പ്രാബല്യത്തിൽ തുടരുമെന്ന് യുഎസ് പ്രസിഡന്റ്. ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാനുള്ള ദൌത്യം ഓപ്പറേഷൻ സിന്ധു പുരോഗമിക്കുന്നു. പ്ലസ് ടു സർട്ടിഫിക്കറ്റ് വിതരണത്തിൽ പിശക് പറ്റിയ സംഭവത്തിൽ അന്വേഷണത്തിന് നിർദ്ദേശം നൽകി മന്ത്രി വി ശിവൻകുട്ടി. ഇന്ത്യയുടെ ശുഭാൻഷു ശുക്ല ഉൾപ്പെടുന്ന ആക്സിയം 4 ബഹിരാകാശ ദൌത്യം നാളെ നടക്കുമെന്ന് നാസ. ലീഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്കെതിരെ ഇംഗ്ലണ്ടിന്റെ രണ്ടാം ഇന്നിംഗ്സ് ബാറ്റിംഗ് പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. ഓപ്പറേഷൻ സിന്ദൂർ ഭീകരതയോട് വിട്ടുവീഴ്ചയില്ല എന്ന ഇന്ത്യയുടെ നയത്തിന്റെ ശക്തമായ സന്ദേശമായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശ്രീനാരായണ ഗുരുവും മഹാത്മാഗാന്ധിയും തമ്മിലുള്ള ചരിത്രപരമായ സംഭാഷണത്തിന്റെ ശതാബ്ദി ആഘോഷത്തെ ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. ദേശതാൽപര്യത്തിലെ ശരികളെ അടിസ്ഥാനമാക്കിയാണ് ഇപ്പോൾ രാജ്യത്തിന്റെ പ്രതിരോധ തീരുമാനങ്ങൾ എന്ന് പറഞ്ഞ ശ്രീ മോദി, ഇന്ത്യ വിദേശ ആയുധ ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് ക്രമാനുഗതമായി കുറഞ്ഞുവരികയാണെന്നും പ്രതിരോധ മേഖലയിൽ രാജ്യം കൂടുതൽ സ്വയം പര്യാപ്തമായി തീരുകയാണെന്നും അഭിപ്രായപ്പെട്ടു. ऑपरेशन सिंदूर आतंकवाद के खिलाफ भारत की कठोर नीति को दुनिया के सामने एकदम स्पष्ट कर दिया है. हम डिफेंस सेक्टर में आत्मनिर्भर हो रहे हैं. हमारी सेनाओं ने भारत में बने हथियारों से दुश्मन को 22 मिनट में घुटने टेकने के लिए मजबूर कर दिया. ശ്രീനാരായണ ഗുരുവിന്റെ ആദർശങ്ങൾ മനുഷ്യരാശിക്കുള്ള നിധിയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെയും സമൂഹത്തെയും സേവിക്കാൻ പ്രതിജ്ഞാബദ്ധരായവർക്ക് പ്രകാശത്തിന്റെ ദീപ്ത സ്തംഭമായിരുന്നു ഗുരുവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ശിവഗിരി മഠം സംഘടിപ്പിച്ച പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ, അടൂർ പ്രകാശ് എം പി, ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ഭാരവാഹികൾ തുടങ്ങിയവർ സന്നിഹിതരായി. ഇന്ത്യയിൽ ഇലക്ട്രിക് കാറുകളുടെ നിർമ്മാണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആഗോള ഇവി കമ്പനികളിൽ നിന്ന് അപേക്ഷകൾ ക്ഷണിക്കുന്നതിനുള്ള പോർട്ടൽ ആരംഭിച്ച് കേന്ദ്ര സർക്കാർ. സ്വയം പര്യാപ്തവും ഭാവിക്ക് അനുയോജ്യമായതുമായ ഗതാഗത സംവിധാനത്തിലേക്കുള്ള രാജ്യത്തിന്റെ സുപ്രധാന ചുവടുവയ്പ്പാണിതെന്ന് കേന്ദ്രമന്ത്രി എച്ച് ഡി കുമാരസ്വാമി പറഞ്ഞു. ന്യൂഡൽഹിയിൽ പോർട്ടൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഓട്ടോമോട്ടീവ് മേഖലയിൽ നിക്ഷേപം നടത്തുന്നതിന് ആഗോള ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കൾക്ക് പോർട്ടൽ പുതിയ വഴികൾ തുറക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വിളകളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനായി രാജ്യവ്യാപകമായ പ്രചാരണ പരിപാടിക്ക് കേന്ദ്ര സർക്കാർ വ്യാഴാഴ്ച തുടക്കം കുറിക്കും. സോയാബീൻ ഉൽപാദനവുമായി ബന്ധപ്പെട്ട് മധ്യപ്രദേശിലെ ഇൻഡോറിൽ നിന്നാണ് പരിപാടി ആരംഭിക്കുകയെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. കർഷകർ, ശാസ്ത്രജ്ഞർ, മേഖലയിലെ വിദഗ്ധർ തുടങ്ങിയവർ യോഗം ചേർന്ന് വിവിധ വിളകളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തും. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൃത്രിമം നടന്നുവെന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം തള്ളി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പാർലമെന്റ് പാസാക്കിയ തെരഞ്ഞെടുപ്പ് നിയമങ്ങൾ പ്രകാരമാണ് എല്ലാ തെരഞ്ഞെടുപ്പുകളും നടത്തിയതെന്ന് കമ്മീഷൻ പറഞ്ഞു. എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യുന്നതിനായി കമ്മീഷൻ ശ്രീ രാഹുൽ ഗാന്ധിയെ ക്ഷണിച്ചു. അതേസമയം മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നവിസിന്റെ മണ്ഡലത്തിൽ വെറും 5 മാസത്തിനുള്ളിൽ വോട്ടർ പട്ടികയിൽ 8% വളർച്ചയുണ്ടായെന്ന് ഒരു മാധ്യമ റിപ്പോർട്ടിനെ ഉദ്ധരിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി വീണ്ടും ആരോപണമുന്നയിച്ചു. എന്നാൽ ഫഡ്നവിസ് ആരോപണങ്ങളെ നിഷേധിച്ചു. അടിയന്തരാവസ്ഥ കാലത്ത് ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ചെറുത്തുനിൽപ്പിന്റെ ശബ്ദമായിരുന്ന ലോക് നായക് ജയപ്രകാശ് നാരായണിൽ നിന്ന് യുവാക്കൾ പ്രചോദനം ഉൾക്കൊള്ളണമെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ. ജൂൺ 25-ന് ആഘോഷിക്കുന്ന സംവിധാൻ ഹത്യാ ദിവസ് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താനുള്ള അവസരമാണെന്നും അദ്ദേഹം പറഞ്ഞു. ബീഹാറിലെ മുസാഫർപൂരിൽ ഒരു ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ഉപരാഷ്ട്രപതി. ചൈനയിലെ ക്വിങ്ദോവോയിൽ നാളെ ആരംഭിക്കുന്ന ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിൽ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് നയിക്കും. 2 ദിവസത്തെ യോഗത്തിൽ എസ്സിഒ അംഗരാജ്യങ്ങളുടെ പ്രതിരോധ മന്ത്രിമാർ പങ്കെടുക്കും. ഇന്ത്യയുടെ ശുഭാൻഷു ശുക്ല ഉൾപ്പെടെ 4 യാത്രികരെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് എത്തിക്കുന്ന ആക്സിയം 4 ദൌത്യം നാളെയെന്ന് നാസ. ഫ്ളോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിൽ നിന്ന് ഉച്ചയ്ക്ക് 12:01-നായിരിക്കും വിക്ഷേപണം. സാങ്കേതിക കാരണങ്ങളാൽ 5 തവണയാണ് ദൌത്യം മാറ്റിവച്ചത്. നാസ, ആക്സിയം സ്പേസ്, സ്പേസ് എക്സ് എന്നിവയുടെ സംയുക്ത ബഹിരാകാശ ദൌത്യമാണ് ആക്സിയം 4. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 29-ന് രാവിലെ 11-ന് കേൾക്കാം. പരിപാടിയുടെ 123-ാം പതിപ്പാണിത്. ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി തത്സമയം ലഭ്യമാകും. തുടർന്ന് മലയാള പരിഭാഷയും കേൾക്കാം. പരിപാടിയെക്കുറിച്ചുള്ള ജനങ്ങളുടെ അഭിപ്രായങ്ങളും ആശയങ്ങളും നരേന്ദ്രമോദി ആപ്പിലൂടെയും MyGov ഓപ്പൺ ഫോറത്തിലൂടെയും ഈ മാസം 27 വരെ അറിയിക്കാവുന്നതാണ്. ഉത്പാദന വ്യാപാര മേഖലകളുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി തീരുവ കുറച്ചതുൾപ്പെടെ സർക്കാർ നിരവധി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. രാജ്യത്തിന്റെ മൊത്തം കയറ്റുമതി മുൻവർഷത്തേക്കാൾ 6% വളർച്ച കൈവരിച്ചുകൊണ്ട് എക്കാലത്തെയും ഉയർന്ന നിരക്കായ $825 ബില്യൺ ഡോളറിലെത്തിയെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഇന്ന് നടന്ന എക്സിം ബാങ്ക് ട്രേഡ് കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു കേന്ദ്ര ധനമന്ത്രി. ആഗോള കയറ്റുമതിയിൽ 4% മാത്രം വളർച്ചയുണ്ടായി ായപ്പോൾ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ കയറ്റുമതിയിൽ 6.3% വളർച്ചയുണ്ടായെന്നും മന്ത്രി പറഞ്ഞു. $825 billion and achieving 6% growth over the previous year and a significant leap of $466 billion over 2013-14. Then, while the global exports grew only by 4%, India's exporters managed to fast track and cross 6.3%. ഇസ്രായേൽ ഇറാൻ വെടിനിർത്തൽ പ്രാബല്യത്തിൽ തുടരുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ വെടിനിർത്തൽ ലംഘിച്ചെന്ന ഇസ്രായേൽ ആരോപണത്തിന് പിന്നാലെയാണ് ട്രംപിന്റെ സ്ഥിരീകരണം. അമേരിക്കയുടെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിലായിരുന്നു വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നത്. ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി 3 ശ്രീലങ്കൻ പൌരന്മാരും 2 നേപ്പാൾ പൌരന്മാരും ഉൾപ്പെടെ 286 പേരുമായുള്ള വിമാനം ഇറാനിൽ നിന്ന് ഡൽഹിയിലെത്തി. നേരത്തെ ഇറാനിലെ മഷാദിൽ നിന്ന് 292 ഇന്ത്യക്കാരെ പ്രത്യേക വിമാനത്തിൽ ന്യൂഡൽഹിയിലെത്തിച്ചിരുന്നു. ഇതോടെ ഇറാനിൽ നിന്ന് മടങ്ങിയെത്തിയ ഇന്ത്യക്കാരുടെ എണ്ണം 2580 ആയി. പൌരന്മാർക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും ലഭ്യമാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി പബിത്ര മാർഗരീത്ത പറഞ്ഞു. ഇസ്രായേലിൽ നിന്നുള്ള 161 ഇന്ത്യക്കാരുടെ സംഘം ജോർദാനിലെ അമൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ഇന്ന് ഡൽഹിയിലെത്തും. ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി 14 മലയാളികളും ഇന്ന് ഡൽഹി വിമാനത്താവളത്തിൽ മടങ്ങിയെത്തി. ഇന്ത്യയ്ക്കെതിരെ ലീഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ട് മികച്ച നിലയിൽ 371 റൺസ് വിജയലക്ഷ്യവുമായി അവസാന ദിനം ബാറ്റ് ചെയ്യുന്ന ഇംഗ്ലണ്ട് 1 വിക്കറ്റ് നഷ്ടത്തിൽ 188 റൺസ് എന്ന നിലയിലാണ്. ജയിക്കാൻ 183 റൺസ് കൂടിയാണ് ഇംഗ്ലണ്ടിന് വേണ്ടത്. ഇന്ത്യയുടെ ജാവലിൻ ലോക ചാമ്പ്യൻ നീരജ് ചോപ്ര ചെക്കിയയിൽ നടക്കുന്ന ഓസ്ട്രാവ ഗോൾഡൻ സ്പൈക്സ് അത്ലറ്റിക്സ് മീറ്റിൽ ഇന്ന് മത്സരിക്കും. ഇന്ത്യൻ സമയം രാത്രി 10:30-നാണ് മത്സരം. 2ാം വർഷ ഹയർ സെക്കൻഡറി സർട്ടിഫിക്കറ്റുകളിൽ പിഴവ് പറ്റിയവയ്ക്ക് പകരം ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വിദ്യാർത്ഥികൾക്ക് ഉടൻ വിതരണം ചെയ്യാൻ നിർദ്ദേശം നൽകി മന്ത്രി വി ശിവൻകുട്ടി. സംഭവത്തിൽ അന്വേഷണത്തിനും മന്ത്രി നിർദ്ദേശം നൽകി. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിലാണ് തീരുമാനം. പിശകുള്ള സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തിട്ടുണ്ടെങ്കിൽ പുതിയ സർട്ടിഫിക്കറ്റ് സ്കൂളിൽ എത്തുന്ന മുറയ്ക്ക് ഇവ വിദ്യാർത്ഥികളിൽ നിന്ന് തിരികെ വാങ്ങി പകരം സർട്ടിഫിക്കറ്റ് അനുവദിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച പത്തനംതിട്ട പുല്ലാട് സ്വദേശിനി രഞ്ജിതയ്ക്ക് വിട ചൊല്ലി ജന്മനാട്. സംസ്കാര ചടങ്ങുകൾ വീട്ടുവളപ്പിൽ നടന്നു. പുല്ലാട് ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിൽ നടന്ന പൊതുദർശനത്തിൽ ആയിരങ്ങളാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയത്. ഹൃദയാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയെന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ. പ്രധാന വാർത്തകൾ വീണ്ടും. ആയുധ ഇറക്കുമതി കുറച്ച് പ്രതിരോധ മേഖലയിൽ ഇന്ത്യ കൂടുതൽ സ്വയം പര്യാപ്തമാവുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇലക്ട്രിക് കാറുകളുടെ നിർമ്മാണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആഗോള EV കമ്പനികളെ സ്വാഗതം ചെയ്ത് കേന്ദ്ര സർക്കാർ. ഇസ്രായേൽ ഇറാൻ വെടിനിർത്തൽ പ്രാബല്യത്തിൽ തുടരുമെന്ന് US പ്രസിഡന്റ്. ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാനുള്ള ദൌത്യം ഓപ്പറേഷൻ സിന്ധു പുരോഗമിക്കുന്നു. +2 സർട്ടിഫിക്കറ്റ് വിതരണത്തിൽ പിശക് പറ്റിയ സംഭവത്തിൽ അന്വേഷണത്തിന് നിർദ്ദേശം നൽകി മന്ത്രി വി ശിവൻകുട്ടി. ഇന്ത്യയുടെ ശുഭാൻശു ശുക്ല ഉൾപ്പെടുന്ന ആക്സിയം 4 ബഹിരാകാശ ദൌത്യം നാളെ നടക്കുമെന്ന് നാസ. ലീഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്കെതിരെ ഇംഗ്ലണ്ടിന്റെ 2ാം ഇന്നിംഗ്സ് ബാറ്റിംഗ് പുരോഗമിക്കുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35-ന്.